നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. സയനി ഘോഷും മഹുവ മൈത്രയും അടങ്ങുന്ന തൃണമൂൽ കോൺഗ്രസിലെ മമതാ ബാനർജിയുടെ വിശ്വസ്തരായിരുന്ന നിരവധി എംപിമാർ ഒറ്റയടിക്ക് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗമായി മാറുന്നു. ബംഗാളിൽ കോൺഗ്രസിന് പുതുവസന്തം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. മമതാ ബാനർജിക്ക് ചിന്തിക്കാൻ സമയം കൊടുത്തതാണ് കോൺഗ്രസ് ചെയ്തു കൊടുത്ത വലിയ തോതിലുള്ള ഔചിത്യ മര്യാദ. അത് മമത എങ്ങനെയൊക്കെ വിനിയോഗിച്ചാലും ഇല്ലെങ്കിലും മമതയും അഭിഷേക് ബാനർജിയും മാത്രമേ ഇനി കോൺഗ്രസിലേക്ക് രക്ഷ തേടാൻ മാത്രമായി മാറി നിൽക്കുന്ന തൃണമൂലിലെ നേതാക്കളുള്ളൂ എന്ന് അടിവരയിട്ട് പറയാം. കാരണം മറ്റുള്ള എംപിമാരെല്ലാം തൃണമൂലിനെ കൈയൊഴിഞ്ഞ് വർഗീയ ഫാസിസ്റ്റ് ശക്തികളുമായി കൂട്ടുകക്ഷി നേതൃത്വം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. പല എംപിമാരും BJP-യിലേക്ക് പോകുന്നു. പലരും BJP അതല്ലെങ്കിൽ തനിയെ സഖ്യമായി ഒരു പാർട്ടി ഉണ്ടാക്കുന്നതിനെ പറ്റി ആലോചിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് ബംഗാളിൽ അടിമുടി നീക്കങ്ങൾ. ഏതായാലും അധീർ രഞ്ജൻ ചൗധരിക്ക് കോളടിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 3 പതിറ്റാണ്ടോളം കാലമായി ബംഗാൾ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൻ്റെ ഒറ്റയാനായി പോരാടിക്കൊണ്ടിരുന്ന അധീർ രഞ്ജൻ ചൗധരി, പ്രണബ് മുഖർജിയൊക്കെ അധികായരായി ലോക്സഭയിൽ 2009 തെരഞ്ഞെടുപ്പിന് ശേഷം ലോക്സഭാ കക്ഷി നേതാവായി നിന്നപ്പോൾ പോലും അധീർ രഞ്ജൻ ചൗധരിയുടെ സാന്നിധ്യം എന്നത് ബംഗാളിലെ കോൺഗ്രസ് ഘടകത്തിന് എപ്പോഴും ഊർജമാണ്. വളരെ ചെറുപ്പത്തിലെ തന്നെ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ വലിയ ഉന്നത ശ്രേണികളിലേക്ക് എത്തേണ്ടിയിരുന്ന വ്യക്തി നിരവധി തവണ MP ആയിട്ടും സ്ഥാനമാനങ്ങളൊന്നും അലങ്കരിച്ചില്ല. കേന്ദ്ര മന്ത്രിസഭയിൽ പോലും കോൺഗ്രസ് ക്യാബിനറ്റ് റാങ്ക് കൊടുക്കാനോ ഒന്നും പരിഗണിക്കാനോ ശ്രമിച്ചില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. ഇപ്പോൾ പക്ഷെ അങ്ങനെയല്ല. മമതാ ബാനർജി അടക്കമുള്ളവർ ഇനി അധീർ രഞ്ജൻ ചൗധരിയുമായി എല്ലാം മറന്ന് സഹകരിക്കാൻ താല്പര്യപ്പെടുന്ന സമയം. അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ കൂടെ നിന്ന മമത BJP-യോടൊപ്പം വേണമെങ്കിലും ചേർന്ന് നിന്ന് അധീർ രഞ്ജൻ ചൗധരിയെ തെറി പറയാൻ ശ്രമിച്ച മമത ഇന്ന് ആ മമതയ്ക്ക് കോൺഗ്രസിൽ ഗ്രിപ്പ് വേണമെങ്കിൽ അധീർ രഞ്ജൻ ചൗധരിയുടെ കൂടി പിന്തുണ വേണം. അല്ലെങ്കിൽ ബംഗാളിലെ കോൺഗ്രസ് ഘടകം പരിപൂർണമായി അധീർ രഞ്ജൻ ചൗധരിക്ക് എല്ലാ തരത്തിലും സഹായവും എല്ലാ തരത്തിലും അദ്ദേഹമാണ് അവസാന വാക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ ചെയ്യുമെന്ന് വളരെ നന്നായി മമതാ ബാനർജിക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. മഹുവ മൈത്രയും സൈനി ഘോഷും ഒക്കെ ഇപ്പോൾ മമതയെയല്ല തങ്ങളുടെ നേതാവായി കണക്കാക്കുന്നത്. രാഹുൽ ഗാന്ധിയെയും പ്രിയങ്കയെയും ഒക്കെയാണ് അവരുടെ നേതാവായി കണക്കാക്കുന്നത്. ഒരു വലിയ പാരഡിം ഷിഫ്റ്റ്, ഒരു ദ്രുതഗതിയിലുള്ള മാറ്റം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായിരിക്കുന്നു. അത് എല്ലായിടത്തും വ്യാപിക്കുന്നു. തൃണമൂൽ എന്ന പാർട്ടിയുടെ ശവസംസ്കാരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ മമത അമാന്തിക്കേണ്ട കാര്യമില്ല. കാരണം സ്വന്തം ജീവന് നിലനിൽപ്പ് വേണമെങ്കിൽ കരുതിക്കൂട്ടി ചെയ്ത ചെയ്തികൾക്ക് ഒരു വലിയ തിരിച്ചടി ഇനിയും അവർക്കും അഭിഷേക് ബാനർജിക്കും ലഭിക്കാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി യുക്തിഭദ്രതയോടെ പ്രവർത്തിക്കാനാണ് ഇനി മമതയുടെ ശ്രമം.